പരിശുദ്ധമായ ഈ പകലിൽ എത്രയും ബഹുമാനായ ദാസനും കുടുംബത്തോടും എൻ്റെ പ്രിയ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും ഒരുമിച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം നൽകിയ വലിയ അവസരത്തിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് മഹത്വം നൽകിയിട്ടുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്ക് ഇന്ന് കുടുംബമായി ഞാൻ സ്റ്റാനി, ഞങ്ങൾ 2 മക്കളും ഒരുമിച്ച് ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിൻ്റെ സന്നിധിയിൽ ഇങ്ങനെ വരുവാൻ ദൈവം ഒരുക്കിയ വലിയ അവസരത്തിനായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച രാവിലെയാണ് ഞങ്ങൾ ഇവിടേക്ക് എത്തിയത്. ഇന്ന് ഒരുമിച്ച് ദൈവസന്നിധിയിൽ കർത്താവിനെ ആരാധിക്കാൻ ദൈവം സമയം നൽകി. സാധാരണയായി ഞാൻ ചിലപ്പോഴൊക്കെ ആഴ്ച ദിവസങ്ങളിൽ വന്നു പോകാറുണ്ട്, പക്ഷേ പല ശുശ്രൂഷകളുടെ ബന്ധത്തിൽ വന്നു പോകാറുണ്ടെങ്കിലും ഞായറാഴ്ചകളിൽ ഒരിക്കലും ഞങ്ങൾക്ക് വരാൻ കഴിയുമായിരുന്നില്ല. അവിടുത്തെ സഭയുടെ ശുശ്രൂഷകളുടെ ബന്ധത്തിൽ ഞായറാഴ്ചകളിൽ അവിടെ ഞങ്ങൾക്ക് ഉണ്ടാകേണ്ടതുള്ളതുകൊണ്ടാണ് ഒരിക്കലും കഴിഞ്ഞ ഏകദേശം 5 വർഷത്തോളമായി ദൈവസഭയോടൊത്ത് കർത്താവിനെ ആരാധിക്കാൻ അവസരം കിട്ടിയിട്ട്. എന്നാൽ ഈ കഴിഞ്ഞ മാസം നമ്മുടെ സഭയിൽ നിന്നും, നമ്മുടെ തുർബയിലെ സഭയിൽ നിന്നും ദൈവവചനം പഠിച്ച് ഗ്രാജുവേഷൻ ചെയ്ത ഒരു സഹോദരൻ തിരികെ വന്നു. അപ്പോൾ അദ്ദേഹത്തെ ഇന്നത്തെ ശുശ്രൂഷകളെ ഏൽപ്പിച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾക്ക് ഒരാഴ്ച ഇങ്ങനെ സ്പെയർ ചെയ്യാൻ ദൈവം സഹായിച്ചത്. അതിനോട് നിങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. തുടർന്ന് അല്പസമയങ്ങൾ ഞങ്ങളുടെ അനുഭവങ്ങളും അല്പമായി സംസാരിച്ച് വേഗത്തിൽ ദൈവദാസൻ അനുഭവിച്ചു തന്ന സമയത്തിൽ ഇരിക്കാൻ ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരും പറയുന്നത് പോലെ സഭ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നത് പോലെ ന്യൂ ബോംബെ, നവി മുംബൈയുടെ തുർബൈ എന്ന് പറയുന്ന സ്ഥലത്തുള്ള നമ്മുടെ ശുശ്രൂഷ ദൈവം അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇപ്പോൾ 3 സ്ഥലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കൂട്ടായ്മ നടക്കുന്നുണ്ട്. ഒന്ന് തുർബൈ, അതുപോലെ കൺസോലി, നിരൂർ എന്നീ 3 സ്ഥലങ്ങളിൽ 2 ഭാഷകളിലായി, ഹിന്ദിയിലായും ഇംഗ്ലീഷിലായും ആരാധന സഭകൾ നടത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. തുർബയിലെ നമ്മുടെ സഭയിൽ നമ്മുടെ സെൻട്രൽ സ്കൂൾ ശുശ്രൂഷകളും അനുഗ്രഹമായി ഏകദേശം 120ഓളം കുട്ടികൾ കടന്നു വരുന്ന ഒരു സെൻട്രൽ സ്കൂൾ മിനിസ്ട്രി അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ ദൈവം നമ്മളെ സഹായിച്ചു. അവിടെ കടന്നു വരുന്നവരിൽ ഏകദേശം 60-ൽ മുകളിൽ ശതമാനത്തോളം മുസ്ലിം കുട്ടികളാണ് അവിടെ വരുന്നത്. കടന്നു വരുന്ന കുട്ടികളിൽ നിന്നും ദൈവവചനം പഠിക്കുകയും ദൈവവചനത്തോട് താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ ഒരു ടീംസ് മീറ്റിംഗ് ആയി വേർതിരിക്കുകയും അവരെ കൂടുതൽ ആഴത്തിൽ വചനം പഠിപ്പിക്കുകയും അവർ പിന്നീട് സഭയുടെ അംഗങ്ങളായി തീരുന്ന ഒരു രീതിയിലേക്ക് ആ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. അങ്ങനെ സെൻട്രൽ സ്കൂളിൽ വന്ന് വചനം പഠിച്ച കുട്ടികളാണ് ഇന്നിപ്പോൾ ഞായറാഴ്ച ഇപ്പോൾ അവർ അവിടെ ആരാധന ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുപോകുന്നു. അതിൽ സഭയുടെ പ്രാർത്ഥന വളരെ അനുഗ്രഹമാണ്. ഞങ്ങൾ അതിനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാനിവിടെ നിൽക്കുമ്പോൾ പരിചിതമായ പല മുഖങ്ങളും കർത്തസന്നിധിയിൽ ചേർക്കപ്പെട്ട അനുഭവങ്ങളും നമുക്കുണ്ട്. വിവരങ്ങളെല്ലാം ദൈവദാസനിലൂടെ അറിയാനിടയായി തീരാറുണ്ട്. അതിനെല്ലാം ഓർത്ത് കുടുംബങ്ങളെ ഓർത്തും സഭയെ ഓർത്തും പ്രാർത്ഥിക്കാൻ ദൈവം ഞങ്ങൾക്ക് അവസരം നൽകുന്നു. അത്ഭുതകരമായാണ് ദൈവം ഞങ്ങളെ നടത്തുന്നത്. കഴിഞ്ഞ സഭയിൽ വന്നു പോയതിനു ശേഷം ഈ 5 വർഷത്തോളം വളരെയധികം പലതരത്തിലുള്ള പ്രയാസങ്ങളുടെയും പലതരത്തിലുള്ള സാഹചര്യങ്ങളുടെയും കടന്നു പോകേണ്ടി വന്നു. എന്നാൽ ഇതിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഞങ്ങൾക്ക് വളരെയധികം തുണയായിരുന്നു. ആമേൻ, ഹല്ലേലൂയ. കഠിനമായ പല അവസരങ്ങളും ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് കോവിഡിന്റെ സമയങ്ങളിലും എല്ലാം. പക്ഷേ എന്നാൽ ഞങ്ങൾ ഓർക്കുന്നു, ഞങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഞങ്ങൾ ഒരുമിച്ച് കുടുംബമായ ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഞങ്ങളുടെ പ്രാർത്ഥനയിൽ, ഞങ്ങളുടെ ശുശ്രൂഷയിൽ, ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഞങ്ങൾക്ക് ദൈവത്തിൽ ഞങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ഞങ്ങൾ എഴുതി വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ലിസ്റ്റ് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ ലിസ്റ്റ് വെച്ച് ഞങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയ സ്റ്റാനിയോട് ദൈവസ്ഥ ഇടപെട്ടു. ഇനി മുതൽ പ്രവൃത്തിയുടെ ദിവസങ്ങളാണ്. ഞങ്ങൾ ആ വിഷയം ഏറ്റെടുത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഞങ്ങൾ ആ പ്രാർത്ഥിച്ച് 1 മാസം തികയുന്നതിന് മുന്നേ ലിസ്റ്റിൽ ഓരോ കാര്യങ്ങളായി കർത്താവ് ചെയ്യാൻ തുടങ്ങി. ആമേൻ, ഹല്ലേലൂയ. ഞാൻ ഇതിലൂടെ പറയാൻ കാരണം ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറയുന്നത്, നമ്മൾ ജീവിതത്തിന്റെ ഏത് മേഖലയിലായിക്കോട്ടെ ദൈവത്തിൽ നമ്മൾ പരിപൂർണമായ ആശ്രയം വെച്ച് മുന്നോട്ട് പോയാൽ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ പരിമിതികളും ദൈവസന്നിധിയിൽ നമ്മൾ വയ്ക്കാൻ തയ്യാറായാൽ അത് ഓരോന്നായി തക്ക സമയത്ത് പൂർത്തീകരിക്കാൻ വിശ്വസ്തനായ ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. അതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ മഹത്വം നിറവേറയിൽ ഒട്ടും യോഗ്യരാത്ത ഞങ്ങൾ ഇരുവരെയും ദൈവം നിർത്തി. ഒട്ടും ഞങ്ങൾ അർഹിക്കുകയോ ഞങ്ങൾ സ്വപ്നം കാണുകയോ ചെയ്യാത്ത പലതരത്തിലുള്ള അനുഭവങ്ങളും അവസരങ്ങളും കർത്താവ് ദിനങ്ങളിൽ നിങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അതിൽ ഈ സഭയിൽ കടന്നു വന്ന് ദൈവവചനം പഠിപ്പാനും ദൈവത്തെ ആരാധിപ്പാനും
കർത്താവിന്റെ സന്നിധിയിൽ ആത്മീയമായി വളരുവാനും ദൈവം നൽകിയ വലിയ അവസരത്തിനാണ് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇന്നും ശുശ്രൂഷ മേഖലകളിൽ നിൽക്കുന്നുണ്ടെങ്കിൽ, പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ശുശ്രൂഷിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ലഭിച്ച ആത്മീയമായ പോഷണമാണ്. ആമേൻ. ഹല്ലേലൂയ. സഭയുടെ അകമഴിഞ്ഞ സഹകരണവും പ്രാർത്ഥനയുമാണ്. അതിനെ ഓർത്ത് ഞാൻ കർത്താവിനെ നന്ദി ഹൃദയത്തോടെ സ്തോത്രം ചെയ്യും. തുടർന്നും നിങ്ങൾ ആ ശുശ്രൂഷകളെ ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മുടെ നാട്ടിലെ സാഹചര്യമല്ല, ശുശ്രൂഷ സാഹചര്യമല്ല അവിടെ വചനത്തിലുള്ള ആഴമോ അല്ലെങ്കിൽ പലതരത്തിൽ ഞങ്ങളുടെ സഭയിൽ തന്നെ ചെറിയ സഭയാണ്, പക്ഷേ ഏകദേശം 3 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ, 3 തരത്തിലുള്ള പൗരന്മാർ അവിടെ ആരാധിക്കുന്നത്, പല ഭാഷകളുള്ള ആളുകളാണ് അവിടെ ആരാധിക്കുന്നത്, പല തരത്തിലുള്ള ജീവിത സാഹചര്യങ്ങളുള്ള ആളുകളാണ് അവിടെ ആരാധിക്കുന്നത്, ദൈവത്തെ ആരാധിക്കുന്നത്. കർത്താവിനെ കുറിച്ച് ഒന്നും കേട്ടിട്ട് പോലും ഇല്ലാത്തവരും, എന്നാൽ ദൈവം എന്തെന്നോ, ദൈവഭക്തി എന്തെന്നോ, ഭക്തിയുടെ മാർഗം എന്തെന്നോ ഒന്നും ഒട്ടും അറിയാത്ത തരത്തിലുള്ള ആളുകളുമാണ് അവിടെ ദൈവത്തെ ആരാധിക്കുന്നത്. എന്നാൽ അവരെല്ലാം ആത്മാർത്ഥത്തോടെ കടന്നു വരുന്നു, കർത്താവിനെ ആരാധിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള ശുശ്രൂഷകളാണ് ഞങ്ങൾക്ക് ചെയ്യാനായിട്ട് അവിടെ ദൈവം അവസരം നൽകുന്നത്. ആളുകളുടെ ജീവിതങ്ങളിൽ ഇടപെടുവാൻ, പഠിക്കാൻ കഴിയാത്ത കുട്ടികൾക്ക് പഠനത്തിലുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുവാൻ. ഈ ദിവസങ്ങളിൽ ഒരു വലിയ സാക്ഷി എന്ന് പറയുന്നത് 10ാം ക്ലാസ് ഏതാണ്ട് പാസ്സായി, അതിനുശേഷം വീട്ടുകാർ പഠിക്കണ്ടെന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു, ദീപക് എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയുടെ തൊട്ട് മുന്നിലാണ് അവന്റെ വീട്. ഒരു ചെറിയ നമ്മുടെ വീടുകളുടെ ബാത്റൂമിന്റെ അത്രേ ഉള്ളൂ അവരുടെ വീട്, എൻറ്റയർ വീട് അത്രേ ഉള്ളൂ. ഒരൊറ്റ റൂമിലാണ് അവർ 7 പേര് താമസിക്കുന്നത്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ അവനോട് പഠിക്കണ്ടെന്ന് പറഞ്ഞപ്പം പറയും, കാരണം കൊടുക്കാൻ പൈസയില്ല. പക്ഷേ ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾ ഉപയോഗിക്കണം. കാരണം ഈ കുഞ്ഞുങ്ങൾ, ഇങ്ങനെയുള്ള അനേകം കുഞ്ഞുങ്ങളുണ്ട്. എന്തായാലും ഞങ്ങൾ പ്രാർത്ഥിച്ചു, ദൈവസന്നിധിയിൽ അപേക്ഷിച്ചു. ഇന്നവൻ ഹോട്ടൽ മാനേജ്മെന്റിന്റെ ഫസ്റ്റ് ഇയർ പഠിക്കുകയാണ്. അവനെ ആ തരത്തിലേക്ക് കൊണ്ടുപോകാൻ, കൈപിടിച്ച് നടത്താൻ കർത്താവ് ഇടനൽ. എന്നതുപോലെ തന്നെ ഈ ദിവസങ്ങളിൽ കുറച്ചധികം കുട്ടികൾ നമ്മൾ സ്കൂളിൽ വിടുന്നുണ്ട്. അവർ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഒരുക്കി കൊടുക്കുന്നു. അതുപോലെ കുറച്ച് കുട്ടികൾ ജോലിയൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ പഠിത്തം മുന്നോട്ട് പോകാൻ കഴിയാതിരുന്ന കുട്ടികളുടെ പഠിത്തത്തെ റിഫ്രഷ് ചെയ്ത് അവരെ പലതരത്തിലുള്ള ജോലികളുടെ മേഖലയിലേക്ക് കൊണ്ടുപോകാനെല്ലാം ദൈവം നമ്മളെ സഹായിക്കും. നമ്മുടെ ശുശ്രൂഷകൾ പല വിധത്തിലുള്ളതാണ്, പല രീതിയിലാണ് അവിടെ ശുശ്രൂഷകൾ നമുക്ക് ചെയ്യാനുള്ള സാഹചര്യം. അതുപോലെ തന്നെ വളരെയധികം മനസ്സിനെ പിടിച്ചുലയ്ക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങളും അവിടെ ഉണ്ട്. നമ്മൾ എത്രത്തോളം അതിനെ പറഞ്ഞാലും, എത്രത്തോളം നമ്മൾ ശുശ്രൂഷിച്ചാലും, നമ്മൾ ഉത്സാഹപ്പെടുത്തിയാലും തിരികെ വീണ്ടും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും അസാന്മാർഗ ജീവിതത്തിലേക്കും തിരികെ പോകുവാൻ മനസ്സ് കാണിക്കുന്ന കുട്ടികളും യുവാക്കളും യുവതികളും മുതിർന്നവരും അവിടെ ഉണ്ട്. അവരുടെ ഇടയിലും കൂടെയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ചില സമയത്ത് നമ്മുടെ മനസ്സ് പെട്ടെന്ന് തളർന്നു പോകും, നമ്മൾ നിരുത്സാഹപ്പെട്ടു പോകും. ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ നടുവിലും ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. കർത്താവ് പുതിയ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടേയിരിക്കും. ഞങ്ങൾക്ക് പ്രത്യാശ നൽകിക്കൊണ്ട് ഞങ്ങൾ ഓരോ സ്റ്റെപ്പിലും ദൈവം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നു. അതിനെ ഓർത്ത് പ്രത്യേക ദിവസം പ്രാർത്ഥിക്കണം. ഈ 3 സ്ഥലങ്ങളിൽ നമ്മുടെ പ്രാർത്ഥനകൾ നടക്കുന്നുണ്ട്. തുർബെ, നെരൂൾ, ഗൺസോൽ. നവി മുംബൈയിലെ, ന്യൂ ബോംബെയിലെ 3 പട്ടണങ്ങളാണ്. ഈ സ്ഥലങ്ങളിൽ നമ്മുടെ ശുശ്രൂഷകൾ നടക്കുന്നു. ഞങ്ങളുടെ ദർശനം എന്ന് പറയുന്നത് ന്യൂ ബോംബെയിലെ ഏകദേശം 12ഓളം ചെറിയ ചെറിയ ടൗണുകൾ കൂടിയ ഒരു ഏരിയയാണ് ന്യൂ മുംബൈ എന്ന് പറയുന്നത്. ഈ ഓരോ പട്ടണത്തിലും ഓരോ കൂട്ടായ്മകൾ തുടങ്ങണമെന്നാണ് കർത്താവിനെ ആശ്രയിച്ച് ഞങ്ങളുടെ ലോങ് ടേം വിഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി സഭ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സഭയോടും ദേവദാസോടും പ്രത്യേകം അതിനുള്ള പ്രാർത്ഥനയെ ഞങ്ങൾ ചോദിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കും നിങ്ങളുടെ സഹകരണത്തിനും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും സ്നേഹത്തോടും സന്തോഷത്തോടെയും കരുതുകയും ചെയ്യുന്ന ഓർത്ത് കർത്താവിന്റെ സന്നിധിയിൽ ഞാൻ സ്തോത്രം ചെയ്ത് നന്ദി പറയുന്നു. അല്പസമയം നമുക്ക് കുറച്ച് വചനത്തിലെ ഒരു ഭാഗം നമുക്ക് ചിന്തിക്കാം. നമുക്ക് അതിനായിട്ട് പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിന്റെ 15-16 വാക്യങ്ങൾ ആരെങ്കിലും ഒരാളൊന്ന് വായിക്കണമേ. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 15-16. എക്സോഡസ് ചാപ്റ്റർ 33. മോശ കർത്താവിനോട് പറഞ്ഞ ഒരു അപേക്ഷയാണ്, കർത്താവിനോട് കഴിച്ച ഒരു അപേക്ഷയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. സിനായി പർവ്വതത്തിൽ കർത്താവ് ന്യായപ്രമാണങ്ങൾ കൊടുക്കുന്ന ആ കാലഘട്ടത്തിൽ, ആ കാലയളവിൽ മുകളിൽ മോശയെ കർത്താവുമായി സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ ഇസ്രായേൽ ജനം വിഗ്രഹാരാധനയിൽ ഏർപ്പെട്ട ജനത്തോട് വിമുഖതയോടെ ദൈവം നിന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെ വരികയില്ല. അതിനുശേഷം ദൈവസന്നിധിയിൽ മോശ ദൈവവുമായി സംവദിക്കുകയും പിന്നീട് ദൈവം തന്നെ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദേശത്തേക്ക് നിങ്ങൾ പോകുക എന്ന് പറയുന്ന സമയത്ത് മോശ ദൈവസന്നിധിയിൽ വയ്ക്കുന്ന ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ,
ഞങ്ങൾ പോകണമെങ്കിൽ കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരണം. ആമേൻ. ഹല്ലേലൂയ. അവിടെ മോശ കർത്താവിന് ചോദിക്കുന്ന ഒരു ചോദ്യം, നീ ഞങ്ങളുടെ കൂടെ ഉണ്ട് എന്നുള്ളത് മാത്രമല്ലേ ലോകത്തിലുള്ള മറ്റുള്ളവരെക്കാൾ ഞങ്ങളെ വ്യത്യസ്തരാക്കുന്നത്? ആമേൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ ഒരു കാരണമേ ഉള്ളൂ ലോകത്തിൽ നമ്മളെ വ്യത്യസ്തരാക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ കെട്ടിയ വീടോ, ഞാൻ സഞ്ചരിക്കുന്ന വാഹനമോ, എന്റെ കയ്യിലുള്ള പൈസയോ, ഞാൻ ധരിക്കുന്ന വസ്ത്രമോ ഒന്നും എന്നെ ആൾക്കൂട്ടത്തിൽ വ്യത്യസ്തനാക്കുന്നില്ല. ഹല്ലേലൂയ. ഒരു ദൈവ പൈതലിന്റെ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറയുന്നത് എന്റെ കൂടെ ദൈവമുണ്ട് എന്നുള്ളതാണ് അവർ ദൈവത്തെ വ്യത്യസ്തമാക്കുന്നത്. ഹല്ലേലൂയ. ഈ തിരിച്ചറിയിൽ ജീവിക്കുന്ന ഒരുവൻ ഒരിക്കലും വീണുപോകില്ല. ഹല്ലേലൂയ. അവൻ നാൾക്ക് നാൾ ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. പ്രവചനത്തിൽ പറയുന്ന പോലെ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ, ആ സാന്നിധ്യത്തെ കാത്തിരിക്കുന്നു, ആ സാന്നിധ്യത്തെ ആഗ്രഹിക്കുന്നവർ, ആ സാന്നിധ്യത്തിന് വേണ്ടി എപ്പോഴും തുടിച്ചുകൊണ്ടിരിക്കുന്നവർ ആ ശക്തിയെ പുതുക്കിക്കൊണ്ടിരിക്കും. ആമേൻ. ഹല്ലേലൂയ. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം അവരുടെ. ആമേൻ. ഹല്ലേലൂയ. ആത്മാവിൽ ദരിദ്രരായി എന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്ലേഷൻ ഇങ്ങനെ പറയുന്നത്, ബ്ലെസ്ഡ് ആർ ദോസ് ഹു അണ്ടർസ്റ്റാൻഡ് देयर നീഡ് ഫോർ ഗോഡ്. ദൈവത്തെക്കുറിച്ച് തങ്ങൾ ദൈവത്തിന് വേണ്ടിയുള്ള തങ്ങളുടെ ആവശ്യത്തെ മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. അതായത് ഓരോ നിമിഷവും ദൈവം എനിക്ക് ആവശ്യമാണെന്ന് മനസ്സിലാക്കുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം ജീവിക്കുന്നത് എല്ലാ കാര്യത്തിലും ദൈവത്തെ വേണ്ടുകയും ദൈവത്തെ ആവശ്യപ്പെടുകയും എന്നാൽ സൗകര്യപൂർവ്വം ദൈവത്തെ മറക്കുകയും ചെയ്യുന്ന തലമുറയിലാണ് നമ്മൾ ജീവിക്കുന്നത്. എല്ലാ കാര്യത്തിലും എനിക്ക് ദൈവം ആവശ്യമാണ്, എന്നാൽ ഞാൻ ഏറ്റവും കൂടുതൽ മറന്നു കളയുന്നത് എന്റെ ദൈവത്തെ. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞറിയില്ല, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു യൂത്ത് ക്യാമ്പിൽ ഏകദേശം 1000-ഓളം കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഞാൻ അവരോട് പറഞ്ഞു, ഒരു കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞു. നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി സംഭവിക്കാം, നിങ്ങളുടെ ഭാവി പ്ലാനുകളെ കുറിച്ച്, നിങ്ങളുടെ ഭാവി ജീവിതത്തെ കുറിച്ച് നിങ്ങൾക്കുള്ള പ്ലാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പ്ലാനുകൾ നിങ്ങളൊന്ന് കുറിച്ച് വെക്കാം. 1 മിനിറ്റ് കൊടുത്തിട്ട് പറഞ്ഞു 3 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അടുത്തതായി നിങ്ങൾ ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യുന്ന, നിങ്ങൾ ഏറ്റവും കൂടുതൽ താല്പര്യത്തോടെ കാത്തിരിക്കുന്ന നിങ്ങളുടെ ഭാവി പ്ലാൻ, നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ, ഒരു 3 പ്ലാനുകൾ ഒന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റും. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു എന്തൊക്കെ ലിസ്റ്റുകളാണ്. ഒത്തിരി പേർ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ഇതിൽ എത്ര പേര് കർത്താവിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു എന്നുള്ള ലിസ്റ്റിൽ എഴുതിയിട്ടുണ്ട്. 1000-ഓളം പിള്ളേരിൽ ഒരൊറ്റ കുഞ്ഞ് മാത്രമേ കഴിയുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും കർത്താവിനെ ആവശ്യമാണ്. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മറക്കുന്നത് കർത്താവിനെ. എന്നാൽ ഇവിടെ മോശ പറയുകയാണ്, ഞാൻ പോകുന്നെങ്കിൽ നിന്റെ സാന്നിധ്യത്തിലേ പോകുള്ളൂ. കാരണം എന്റെ ജീവിതത്തെ വ്യത്യസ്തമാക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, കർത്താവ് എന്റെ കൂടെയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും സൗകര്യപൂർവ്വം മറക്കുന്നതാണ് ദൈവത്തെ. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എത്രയൊക്കെ ഉയരത്തിൽ എത്തിയാലും എന്തൊക്കെ സക്സസ്ഫുൾ മേഖലയിലേക്ക് നമ്മൾ കടന്നുപോയാലും നമ്മളെ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം മാത്രമാണ്. അതില്ലെങ്കിൽ നമ്മളൊന്നുമല്ല. ആമേൻ. ഹല്ലേലൂയ. ഈ തിരിച്ചറിവിൽ വേണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവത്തെ മുന്നോട്ട് പോകാൻ, ദൈവ സാന്നിധ്യത്തിനായി. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ സഭയിൽ കടന്നു വരുമ്പോൾ നമ്മളൊന്ന് പ്രാർത്ഥിച്ചു, കർത്താവേ 2-3 പേർ കൂടുന്നിടത്ത് ഉണ്ട്. എന്നാൽ സഭയിൽ കടന്നു വരുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ദൈവ സാന്നിധ്യം മാത്രമല്ല, ആ ദൈവ സാന്നിധ്യത്തിന്റെ പൂർണ്ണത നമ്മൾ സഭയിൽ അനുഭവിക്കണമെങ്കിൽ എന്റെ ദൈനംദിന ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം നടക്കുന്നവരാണ്. ആമേൻ. ഹല്ലേലൂയ. എന്റെ ദൈനംദിന എന്റെ ദിവസം തുടങ്ങുന്നത് ദാവീദ് എന്താ പറയുന്നത്, എന്റെ ദൈവമേ നീ എന്റെ ദൈവം. എല്ലാ ദിവസവും രാത്രി ഞാൻ നിന്നെ അന്വേഷിക്കുന്നതാണോ? അല്ല. അതിരാവിലെ എന്റെ ഉള്ളം. ആമേൻ. ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധ്യത്തിൽ തുടങ്ങുന്നതാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്. ഞാൻ ആരെയും പ്രത്യേക ഒരു ഉപദേശം പറയുക, എന്നെ ദൈവം പഠിപ്പിച്ച കാര്യം, എന്റെ ഒരു അനുഭവത്തെ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ഞാൻ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നതേ, കർത്താവ് ഞങ്ങളുടെ സഭയിൽ കർത്താവിനെ അറിയാത്തവരും വചനം അറിയാത്ത ആളുകളുമാണ്. അപ്പൊ അവരുടെ നിലവിൽ കർത്താവ് അടയാളങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യണം, അവരുടെ വിശ്വാസം വർദ്ധിക്കാൻ. അപ്പൊ കർത്താവിനോട് പറഞ്ഞു, നീ ആദ്യം ദൈവസന്നിധിയിൽ നിറയണം. ദൈവ സാന്നിധ്യത്തെ നീ ക്യാരി ചെയ്തുകൊണ്ട് പോകുമ്പോൾ, ദൈവ സാന്നിധ്യത്തെ നീ കൊണ്ട് നടക്കുമ്പോൾ, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞു നടക്കുമ്പോൾ നിന്റെ അടുക്കൽ വരുന്നവരും ആ സാന്നിധ്യത്തെ അനുഭവിക്കും. ആമേൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. ദൈവമഹത്വം, ദൈവ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ 2 കാര്യങ്ങൾ ചെയ്യും. പല കാര്യങ്ങൾ ചെയ്യും, പക്ഷെ 2 കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓർമ്മിച്ച് ഞാൻ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കും. ദൈവ സാന്നിധ്യത്തിൽ നമുക്കൊരു ശുദ്ധീകരണം.
എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാനെങ്കിൽ ഞാൻ ഒരു പൊന്നുപോലെ ഊതി കഴിക്കപ്പെടുന്ന പൊന്നുപോലെ ദൈവം എന്നെ ശുദ്ധീകരിച്ചു. യെശയ്യാവ് ദൈവസന്നിധിയിൽ നിന്ന് യെശയ്യാവ് എന്താ പറയുക, ദൈവസന്നിധിയിൽ നിന്ന് കർത്താവിന്റെ സാന്നിധ്യത്തെ കണ്ടു, ദർശനം കണ്ടു. ഏലിയാവ് സ്വർഗത്തിലെ ആരാധന, ദൈവത്തെ ദൂതന്മാർ ആരാധിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ദർശനം ഏലിയാവ് കണ്ടു. അപ്പൊ ഏലിയാവ് അന്നേരം പറഞ്ഞത് എങ്ങനെയല്ല, ഞാൻ ലോകത്തിലേക്ക് വിട്ട ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യൻ എന്നാണ് പറഞ്ഞത്. അല്ല, ലോകത്തിലേക്ക് വിട്ട് ഏറ്റവും ഭാഗ്യവാനെന്ന മനുഷ്യനെല്ലാം പറഞ്ഞത്. ഞാൻ പറയാം, ലോകത്തിലേക്ക് വിട്ട് ഏറ്റവും പാപിയായ മനുഷ്യൻ, അല്ലെ, നീചമായ നാമുള്ള മനുഷ്യനാണ് ഞാൻ. ദൈവ സാന്നിധ്യം കാണുന്നവൻ തന്റെ അപൂർണതയെ തിരിച്ചറിയും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവൻ തന്റെ അശക്തികളെ തിരിച്ചറിയും, തന്റെ ബലഹീനതകളെ തിരിച്ചറിയും, തന്റെ പാപത്തെ തിരിച്ചറിയും. ഹല്ലേലൂയ. അടുത്തുകൂടാത്ത വെളിച്ചത്തെ കാണുന്നവൻ ഞാൻ എത്രത്തോളം അന്ധകാരത്തിൽ നിന്ന് തിരിച്ചറിയും. ഹല്ലേലൂയ. പലപ്പോഴും സ്വയം രീതിയിലും അഹങ്കാരത്തിലും നമ്മളെല്ലാം സംസാരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? കുറച്ച് ദിവസമായി നമ്മൾ ദൈവസാന്നിധ്യത്തിലേക്ക് ഇറങ്ങിയിട്ട് വലിയ വെളിച്ചം കാണുന്ന സൂര്യനെ കാണുന്നവൻ മെഴുകുതിരിയുടെ അവസ്ഥയെ മനസ്സിലാക്കും എന്ന് പറയുന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവസാന്നിധ്യത്തിൽ നമുക്കൊരു ശുദ്ധീകരണമുണ്ട്. ഹല്ലേലൂയ. ആ ശുദ്ധീകരണമാണ് നമ്മെ തയ്യാറാക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, സക്കായിയുടെ വീട്ടിലെ സക്കായിനെ കർത്താവ് കണ്ടു. കാട്ടത്തിന്റെ മേലിരിക്കുന്നവനായ സക്കായിനെ കർത്താവ് കണ്ടു. കർത്താവിന് വേണമെങ്കിൽ സക്കായിയുടെ പാപങ്ങളെ അവിടെ തന്നെ വെച്ച് മോചിച്ച് ഞാൻ എന്റെ കർത്താവിനെ അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ യേശു കർത്താവ് സക്കായിയെ കാട്ടത്തിന് മുകളിൽ ഇരിക്കുന്നവനായി കണ്ടപ്പോൾ യേശു കർത്താവോട് പറഞ്ഞത്, സക്കായിയെ വേഗം ഇറങ്ങി വാ. എന്നിട്ടൊന്ന് പറഞ്ഞു, ഞാൻ നിന്റെ വീട്ടിൽ വരേണ്ടത് ഞങ്ങളുടെ ഹിന്ദിയിൽ പറയും അവശ്യം വരാം. ഞാൻ നിന്റെ വീട്ടിൽ വരേണ്ടത് ആവശ്യമാണ്. എന്തിനാ കർത്താവ് സക്കായിയുടെ വീട്ടിൽ പോകേണ്ടത് ആവശ്യം? കർത്താവ് സക്കായിയുടെ വീട്ടിൽ ചെന്നതിന് ശേഷമാണ് സക്കായി കർത്താവിനോട് പറഞ്ഞത്, എന്ത് പറയും? കർത്താവേ, എനിക്കുള്ളതൊക്കെ ഞാൻ വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കും. ഞാൻ ആരോടെങ്കിലും കളവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് എന്ത് ചെയ്യും? ഞാൻ എന്തുകൊണ്ട് എന്നെ സക്കായി അവിടെ ചെന്നത് പറഞ്ഞു. കർത്താവിന്റെ സാന്നിധ്യം അവന്റെ വീട്ടിലേക്ക് കിടന്നു. ഏറ്റവും നിർമ്മലനായ, ഏറ്റവും പരിശുദ്ധനായ അവൻ വീട്ടിനകത്ത്. എനിക്ക് തോന്നുന്നു സക്കായി കളവായിട്ട് വാങ്ങിച്ച് പൈസയൊന്നും വാങ്ങിച്ച കൃഷിയില്ലായിരുന്നു കർത്താവിന്റെ ഇരുത്തി. അവൻ വെള്ളം കൊണ്ടു കൊടുത്ത വെള്ളിത്താരം എന്ന് പറയുന്ന ഒരു പക്ഷേ അവൻ നിരുതി വെട്ടിച്ചുണ്ടാക്കിയ കർത്താവ് എന്നിരിക്കുന്ന കൃഷിയിലേക്ക് ഇരിക്കുമ്പോൾ അവൻ ചിന്തിക്കുക, അയ്യോ, ഞാൻ കളവ് ചെയ്തുണ്ടാക്കിയ പണം ഉണ്ടാക്കിയ വീട്ടിലാണ് എന്റെ കർത്താവ്. സക്കയുടെ ഭാര്യ ഒരു പക്ഷേ യേശുവിന് വീഞ്ഞോ വെള്ളമോ കൊണ്ട് കൊടുത്തിരിക്കുക. അതുപോലും ഒരു പക്ഷേ കളവായി വാങ്ങിയ പൈസ കൊണ്ടുണ്ടാക്കി. എനിക്ക് തോന്നുന്നു ഇതുകൊണ്ടായിരിക്കും സക്കായി പറഞ്ഞു, കർത്താവേ, നീ കൊടുക്കുന്നതെല്ലാം എല്ലാത്തിലും എന്റെ പാപക്കറി, നീ കാണുന്ന ചുമലിൽ അടിച്ചിരിക്കുന്ന ചായത്തിൽ പോലും എന്റെ പാപക്കറി. ഒരു പക്ഷേ അനുഭവമായിരിക്കും അവൻ എത്തിയത്. കർത്താവേ, ഞാൻ എന്റെ സ്വത്തല്ല, കാരണം ഇതിനൊന്നും ഞാൻ യോഗ്യനല്ല. ഇതൊന്നും എന്റെ വീട്ടിൽ കാണുന്ന ഒരു കാര്യം ഞാൻ യോഗ്യനല്ല. അതുകൊണ്ട് ഇതെല്ലാം വിറ്റ് ഞാൻ എന്ത് ചെയ്യാം? ദരിദ്രർക്ക് കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മോട് അടുത്ത് വരുമ്പോഴാണ് നമ്മുടെ പാപബോധം ഉണ്ടാവുക. ആമേൻ. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാത്തവന് ഒരിക്കലും പാപബോധം ഉണ്ടാവില്ല. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കാത്തവന് ഒരിക്കലും മനസ്താപം ഉണ്ടാവില്ല. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ഒരു ദൈവത്തിന്റെ ഏറ്റവും ആവശ്യമായ ഒരു ഘടകമാണ് മനസ്താപത്തിന്റെ അനുഭവം, മാനസാന്തരത്തിന്റെ അനുഭവം എന്ന് പറയുന്നത്. ദിവസേന മാനസാന്തരപ്പെടുന്നവരായിരിക്കണം ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത്. ആമേൻ. ഹല്ലേലൂയ. ഒരു ദിവസം പോലും എന്റെ പാപത്തെ ഓർത്ത് കരയുന്ന ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ ഞാൻ കർത്താവിനോട് കാതങ്ങളോളം അകന്നിരിക്കുകയാണെന്നുള്ള നമ്മുടെ കുറവുകളോ നമ്മുടെ അതിനർത്ഥം കർത്താവിന്റെ സന്നിധിയിൽ എപ്പോഴും കുറ്റബോധം കൊണ്ട് ജീവിക്കണമെന്നല്ല, മറിച്ച് ദൈവം നമുക്ക് ഒരു ശുദ്ധീകരണത്തിന്റെ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ ശുദ്ധീകരണം നടക്കുന്നത് ദൈവ സാന്നിധ്യത്തിലാണ്. ആമേൻ. അതുകൊണ്ട് ഈ ദിനങ്ങളിൽ കർത്താവിന്റെ സാന്നിധ്യത്തിൽ സമയം ചിലവഴിക്കുവാൻ, ആമേൻ, ഹല്ലേലൂയ, പേരിലുള്ള പ്രാർത്ഥനയല്ല, മറിച്ച് കർത്താവേ, നീ എന്നെ ശുദ്ധീകരിക്കണം. ആമേൻ, ഹല്ലേലൂയ. നമ്മളെ ശുദ്ധീകരിക്കുന്ന ദൈവ സാന്നിധ്യത്തിലേക്ക് അടുത്തു വരുന്ന ദിനങ്ങൾ നമുക്ക് മാറും. കാരണം കർത്താവ് വചനം പറയുന്ന സമയത്തെ തക്കത്തിൽ വിനിയോഗിക്കും. അധിക സമയങ്ങൾ ഇനി നമ്മുടെ മുന്നിൽ ഇല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇന്നത്തെ ലോക സംഭവങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുക. ആ വരവിലേക്ക് നമ്മൾ അടുക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞവരായി കർത്താവിന് വേണ്ടി താല്പര്യമുള്ളവരായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. യെശയ്യാവിന്റെ അനുഭവം പോലെ, സക്കായിക്കുണ്ടായ അനുഭവം പോലെ, എന്റെ കർത്താവേ, നീ എന്റെ കൂടെ ഇരിക്കുമ്പോൾ, നിന്റെ സാന്നിധ്യത്തിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ എന്നെ തന്നെ ഒരു കണ്ണാടിയിൽ കാണുന്നത് പോലെ ഞാൻ കാണുന്നു. ആമേൻ, ഹല്ലേലൂയ.
ദൈവസന്നിധിയിലിരിക്കുമ്പോൾ നാം കാണേണ്ടത് ദൈവത്തിന്റെ മഹത്വത്തെയും നമ്മുടെ അപൂർണതയും. ആമേൻ, ഹല്ലേലൂയ. ആ അപൂർണതയെ ആരൊക്കെ അംഗീകരിക്കുന്നോ അവരെയൊക്കെ കൈപിടിച്ച് ഉയർത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് യേശു പറഞ്ഞേ, ആരൊക്കെ ആത്മാവിൽ ദരിദ്രരാണോ അവരെല്ലാം ഭാഗ്യവാന്മാർ, കാരണം അവരെല്ലാം കർത്താവ് നിറയ്ക്കും. ഹല്ലേലൂയ. എന്നാൽ ആരെല്ലാം പറയുന്നു ഞാൻ സമ്പന്നൻ, കർത്താവ് പറഞ്ഞു നീ രോഗിയല്ല, നിനക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിനോട് ഒരു ദാഹം എപ്പോഴും. ആമേൻ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകി തരുന്ന നന്മകൾ എന്ന് പറയുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾക്കുള്ള അംഗീകാരമല്ല. അത് ഒരിക്കലും ചിന്തിക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും മനുഷ്യർക്ക് പറ്റുന്ന ഒരു വലിയ തെറ്റെന്ന് ഞാൻ എന്തോ വലിയ കാര്യം ചെയ്തതുകൊണ്ടാണ് കർത്താവ് എനിക്ക് അനുഗ്രഹം തന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തോ നല്ല രീതിയിൽ ജീവിക്കുക അതുകൊണ്ടാണ് കർത്താവ് എനിക്ക് ഈ അനുഗ്രഹം തന്നത്. അങ്ങനെയല്ല. കർത്താവ് യേശു ഒരിക്കൽ കോരസിനോട് നോക്കി പറഞ്ഞു, കോരസിനെ നിങ്ങൾ ചെയ്ത അനുഭവം ഞാൻ സൂര്യനും സീതോനും ചെയ്തതിന് എന്തിനായിരുന്നു അവരെന്ത് ചെയ്തേനെ? അവർ കൺവെൻഷൻ വെച്ചതെന്നല്ല പറഞ്ഞു അല്ലെ? അവർ ഗർഭോടത്ത് എന്ത് ചെയ്തേനെ? മാനസാന്തരപ്പെടും. ഇപ്പൊ കർത്താവിന്റെ കർത്താവ് അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നതും കർത്താവ് പ്രവൃത്തികൾ ചെയ്യുന്നതും ചിഹ്നങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്നതിന്റെ കാരണം എന്താ? മാനസാന്തരപ്പെടുക. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ജീവിതത്തിൽ കർത്താവ് അനുഗ്രഹങ്ങൾ വാരിപ്പോയി തരുന്നുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ മാനസാന്തരപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. ദൈവം നൽകുന്ന നന്മകൾ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കണം. ഹല്ലേലൂയ. അതാ കർത്താവ് ആഗ്രഹിക്കുന്നത്. അങ്ങനെ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെടുന്നവൻ ദൈവസാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. അവനിൽ ഒരിക്കലും അഹങ്കാരമോ നികളമോ ഉണ്ടാകില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, ദൈവമേ എന്ന് പറയുന്നുണ്ടല്ലോ, നിങ്ങളെ ഹൃദയം അല്ലെ, ഞാനെന്റെ ഭാവവും നിങ്ങളെ ഹൃദയം ഇരിക്കുന്നത്. അത് എപ്പോഴാണ് പറയുന്നത്? കർത്താവിന്റെ സന്നിധി അനുഭവിക്കുമ്പോഴേ പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ എത്രത്തോളം ദൈവസന്നിധിയിലേക്ക് അടുത്തില്ലെന്നോ നമ്മുടെ ജീവിതത്തിൽ ശുദ്ധീകരണം വന്നുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. അത്തരത്തിലുള്ള ഒരു ശുദ്ധീകരണത്തിലേക്ക്, ഒരു സാന്നിധ്യത്തിന്റെ അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാൻ കഴിയട്ടെ. ആമേൻ, ഹല്ലേലൂയ. കർത്താവിന്റെ ദാസനോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ ഇത്തരത്തിൽ വ്യക്തിപരമായ ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചതിന് ശേഷം നാം ദൈവദാസനോട് കൂടെ കർത്താവെ ആരാധിക്കുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ദൈവസാന്നിധ്യം വലുതായിരിക്കും. ശുശ്രൂഷയിൽ അല്ലെങ്കിൽ കർത്താവിന്റെ ദാസനെ ഇവിടെ നിൽക്കുമ്പോൾ, കർത്താവിന്റെ ദാസൻ നമ്മെ ശുശ്രൂഷിക്കുമ്പോൾ നാം ദൈവസാന്നിധ്യത്തോട് അകന്നിരിക്കുമെങ്കിൽ ആ ദൈവദാസനിൽ വെളിപ്പെടുന്ന കൃപ നമ്മിലേക്ക് പകരപ്പെടുവാൻ കാലതാമസം. ആമേൻ. ആ ദൈവദാസനിൽ വെളിപ്പെടുന്ന കൃപ നമ്മെ ടച്ച് ചെയ്യാൻ അതിന് സമയമെടുക്കും. ഒരുപക്ഷെ കഴിഞ്ഞില്ല എന്ന് വരും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ദൈവദാസൻ എത്രത്തോളം ദൈവസന്നിധിയിൽ നിൽക്കുന്നുവോ എന്നതുപോലെ തന്നെ ഓരോ വ്യക്തികളും കർത്താവിന്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുന്നവരാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ സമയം ചിലവഴിക്കുന്നവരാണെങ്കിൽ വചനം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, ഹല്ലേലൂയ, അത്ഭുത പ്രവർത്തികൾ ചെയ്യുവാനായിട്ട്. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം നമ്മെ ശക്തീകരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം നമ്മെ ശുദ്ധീകരിക്കുന്നത് പോലെ തന്നെ ദൈവ സാന്നിധ്യം നമ്മളെ ശക്തീകരിക്കുന്നു. ആരൊക്കെ ദൈവ സാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കപ്പെടുന്നോ അവർ ദൈവ സാന്നിധ്യം ശക്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ, ഹല്ലേലൂയ. ആമേൻ. യെശയ്യാവ് പറഞ്ഞു, കർത്താവേ ഞാൻ പാപിയായ മനുഷ്യൻ. കർത്താവ് പറഞ്ഞു, ഞാൻ ആരെയായിരിക്കും? നീ ശുദ്ധീകരിക്കപ്പെടുന്നെങ്കിൽ നീ ശക്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. ശുദ്ധീകരിക്കപ്പെടുന്നവരെ ശക്തീകരിക്കപ്പെടുകയും. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ ശുദ്ധീകരണത്തിന് നാം എത്രത്തോളം തയ്യാറാകും? നമ്മുടെ ജീവിതത്തിൽ ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള ഫൈറ്റുകളുള്ള, പലതരത്തിലുള്ള പ്രയാസങ്ങൾ കടന്നു പോകും, പലതരത്തിലുള്ള യുദ്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും ചെയ്യുന്നത്. എന്നാൽ ഇതിനെല്ലാം വേണ്ടുന്ന ശക്തി ദൈവം നമുക്ക് നൽകും. ഈ ശക്തിയെ പുതുക്കുന്നതാണ് മുന്നേ പറഞ്ഞത്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ദൈവ സാന്നിധ്യത്തിനായി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം പറയുമ്പോൾ നാം ശുദ്ധീകരിക്കപ്പെടും. ശുദ്ധീകരിക്കപ്പെടുന്നവൻ ശക്തീകരിക്കപ്പെടും. ഹല്ലേലൂയ. ആമേൻ. ശുദ്ധീകരിക്കപ്പെടുന്നവൻ ശക്തീകരിക്കപ്പെടും. മോശെ കർത്താവിന്റെ സന്നിധിയിൽ വന്നു. മുൾപടർപ്പിനെ കണ്ടപ്പോ കത്തുന്ന മുൾപടർപ്പിൽ ദൈവ സാന്നിധ്യം മോശയോട് സംസാരിച്ചു. നീണ്ട 40 വർഷത്തെ മരുഭൂവാസത്തിന് ശേഷമാണ് മോശ ദൈവസന്നിധിയിലേക്ക് വരുന്നത്. പദത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കത്തുന്ന മുൾപടർപ്പ് എന്തെന്ന് കാണുവാൻ മോശ അടുത്തേക്ക് വരുന്നു എന്ന് ദൈവം കണ്ടപ്പോൾ ദൈവം എന്ത് ചെയ്തു? മോശയെ വിളിച്ചു. ഞാൻ പലപ്പോഴും ചിലപ്പോൾ ഭ്രാന്തമായി ഇങ്ങനെയൊക്കെ ചിന്തിക്കും. മോശയുടെ ശ്രദ്ധ ദൈവത്തിന് കിട്ടി എന്ന് ദൈവം കണ്ടപ്പോൾ എന്ത് ചെയ്തു? മോശയോട് സംസാരിച്ചു. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഒരു പക്ഷേ മോശയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പല മുൾപടർപ്പുകളും ഒന്നായിരിക്കാം. ദൈവം പല മുൾപടർപ്പുകളായി അവരോട് സംസാരിക്കാൻ ആഗ്രഹിച്ചിരിക്കും. പക്ഷെ അന്നേ അവൻ എന്ത് ആ മുൾപടർപ്പിനെ കണ്ടു. ഇംഗ്ലീഷിൽ seeing that
God caught Moses' attention. God started calling out Moses. മോശയുടെ ശ്രദ്ധ ഈ പ്രാവശ്യം എന്റെ നേരെ വന്നു എന്നറിഞ്ഞപ്പോൾ ദൈവം സംസാരിച്ചു. മുൾപ്പടർപ്പിലേക്ക് കടന്നില്ല, ദൈവസ്ഥാനത്തിലേക്ക് കടന്നിരുന്ന മോശ എന്ന് പറയുന്നത് ഞാൻ വിക്കനാണെന്നും ഞാൻ ഒന്നിനും കൊള്ളില്ല എന്നും ഞാൻ പരാജിതനാണെന്നും ചിന്തിക്കുന്ന മോശയാണ്. ആടിനെ മേയിച്ച് നടക്കുന്ന ഒരു വടി മാത്രം കയ്യിലുള്ള, അത് മാത്രം കൈവശമായുള്ള ഒരു മോശയാണ് ദൈവസ്ഥാനത്തിലേക്ക് കടന്നിരുന്നത്. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് പുസ്തകത്തിലെ ആദ്യ അധ്യായം നമ്മൾ വായിക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിലേക്ക് മോശയെ ദൈവം അവതരിപ്പിക്കുന്നുണ്ട്. അവിടെ മോശയോട് ദൈവം സംസാരിക്കുന്നുണ്ട്. അവിടെ മോശയോട് ദൈവം പറയും, നീ പറയുന്ന രണ്ട് അനുഭവങ്ങളും, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാക്കിയാൽ നിന്റെ കാലിലെ അവിടെ ഒരു ശുദ്ധീകരണത്തിന്റെ അനുഭവത്തിലേക്ക് മോശയെ ദൈവം കൊണ്ടുപോകുന്നുണ്ട്. ദൈവം പറയുകയാണ്, ആ കർത്താവിനോട് പറയും, ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയാകുന്നു. മുന്നേ പറഞ്ഞ മറന്നുപോയി. തന്റെ സമപ്രായക്കാരായ പിഞ്ചു കുഞ്ഞുങ്ങളെ ഫറവോൻ ഒന്നിനു പിറകെ ഒന്നായി കൊന്നു തള്ളുമ്പോഴും ജീവനോട് തന്നെ ശേഷിപ്പിച്ച ഒരു ദൈവമുണ്ടെന്നും ആ ഫറവോന്റെ രാജസന്നിധിയിൽ തന്നെ അവന് വേണ്ടുന്ന വിദ്യാഭ്യാസവും അവന് വേണ്ടുന്ന അറിവും കൊടുത്തുകൊണ്ട് അവനെ ഭാവിയിൽ ഒരു പദ്ധതിക്കായി അവന് റെഡിയാക്കി അവനെ ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ദൈവമുണ്ടെന്നും മറന്നുപോയൊരു മോശയോടാണ് ദൈവം സംസാരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അവിടെ മോശ വളരെയധികം ദൈവം പറഞ്ഞു, നീ ഇസ്രായേൽ മക്കളെ വിടുവിക്കാനായി നീ എന്ത് ചെയ്യണം? മിസ്രയീം ദേശത്തേക്ക് തിരികെ പോകണം. അപ്പൊ മോശയെ കുറിച്ച് മോശയ്ക്ക് തന്ന അനുഭവം എന്ന് പറയുന്നത്, ഞാൻ ഒന്നിനും കൊള്ളില്ലാത്തവനാണ്, ഞാൻ ഒന്നിനും കൊള്ളരുതാത്തവനാണ്, എന്നിൽ ഒരു ശക്തിയുമില്ല. എന്നാൽ ആ ദൈവ സാന്നിധ്യം ദൈവം മോശയെ മാറ്റിയെടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാൻ ഒരു കാര്യം പറയാം. ഈ ദിവസങ്ങളിൽ നാം പരാജയപ്പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്ന പല മേഖലകളിലും ദൈവ സാന്നിധ്യം ഇരിക്കാൻ തയ്യാറായാൽ ഹല്ലേലൂയ, ദൈവം നമ്മെ വിജയികളായി മാറ്റും. ഹല്ലേലൂയ. അവിടെ കർത്താവിന് വചനത്തിൽ മനോഹരമായ ഒരു കാര്യമുണ്ട്. ആ ദൈവ സാന്നിധ്യത്തിലേക്ക് മോശ കടന്നില്ലെന്ന് താനുടെ ചെരുപ്പും തന്റെ വസ്ത്രവും തന്റെ വടിയുമായിട്ടാണ്. എന്നാൽ മോശയോട് ദൈവം സംസാരിച്ചതിന് ശേഷം ദൈവസന്നിധിയിൽ മോശ മിസ്രയീം ദേശത്തേക്ക് പുറപ്പെടുമ്പോൾ വചനത്തിൽ ഇങ്ങനൊരു പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. മോശ തന്റെ ഭവനത്തെ കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്തു? മിസ്രയീമിലേക്ക് തിരിച്ചു. ദൈവത്തിന്റെ വടിയിൽ മോശ. ഇത് ഏത് വടി? ആടിനെ മേയ്ക്കാൻ മോശയുടെ കയ്യിലുണ്ടായിരുന്ന മോശയുടെ ആട് മേയ്ക്കുന്ന വടിയാണ്. ആ വടിയുമായിട്ടാണ് ദൈവസന്നിധിയിലേക്ക് അയച്ചത്. എന്നാൽ ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അത് മോശയുടെ വടിയല്ല, മറിച്ച് ആരുടെ വടിയാണ്? ദൈവത്തിന്റെ വടിയാണ്. ഇതാ ദൈവസന്നിധിയിലുള്ള ശക്തീകരണം എന്ന് പറയുന്നത്. മോശയ്ക്ക് പ്രത്യേകിച്ച് ഒന്നും ദൈവം കൊടുത്തില്ല. ഹല്ലേലൂയ. മോശയ്ക്ക് ദൈവം ഒന്നും കൊടുത്തില്ല, ഒറ്റ കാര്യം കൊടുത്തു, ദൈവത്തിന്റെ സാന്നിധ്യം. ഹല്ലേലൂയ. ഇന്നുവരെ നാം തകർന്നുകൊണ്ടിരിക്കുന്ന പല മേഖലകളിലും ദൈവമക്കളെ ഞങ്ങളോട് പറയാം, ദൈവ സാന്നിധ്യം എന്നുള്ളതിനോട് നമുക്ക് നടക്കാൻ കഴിഞ്ഞാൽ ഹല്ലേലൂയ. ഇന്നുവരെ നിങ്ങൾ ഒറ്റയ്ക്ക് പോയ മേഖലകളെ ദൈവത്തോടു കൂടി നടന്നു നോക്കി. ഹല്ലേലൂയ. ഒരു അരമണിക്കൂറിൽ ദൈവത്തിൽ പ്രാർത്ഥിച്ചിട്ടൊന്ന് പോയി നോക്കി. ഹല്ലേലൂയ. മാറ്റം ദൈവം കൊണ്ടുവരും. ഹല്ലേലൂയ. പല കാര്യങ്ങളും മുട്ടിയിട്ട് തുറക്കാത്ത പല വാതിലുകളും ദൈവം നമ്മളിൽ ഒന്ന് മുട്ടി നോക്കിക്കേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഒന്ന് ചെയ്തു നോക്കി. ഹല്ലേലൂയ. കർത്താവ് നിന്നെ വലിയ വ്യത്യാസം തരും. ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്തിൽ ഇരിക്കുന്നവരെ ശക്തിപ്പെടുത്തുന്നവരാണ് നമ്മുടെ ദൈവം. ആമേൻ. ഹല്ലേലൂയ. സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തുന്നു. ആമേൻ. ഹല്ലേലൂയ. കർത്താവ് യേശു പറഞ്ഞു, ഞാൻ നിർത്തുവാ. കർത്താവ് യേശു പറഞ്ഞു, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി. ഇതിൽ പല മറ്റെന്താണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി ഇതാണ്. പരീക്ഷ എഴുതുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ, ഹല്ലേലൂയ, പുതിയൊരു കാര്യം ചെയ്യാനായിട്ട് മുന്നോട്ട് പോകും, ഒരു ബിസിനസ് ചെയ്യാൻ മുന്നോട്ട് പോകുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഇന്റർവ്യൂവിന് മുമ്പ് എത്രത്തോളം പേപ്പറുകൾ നമ്മൾ മറിച്ച് തിരിച്ചു നോക്കും. ഏതെടുത്തിട്ടുണ്ടോ, അതെടുത്തിട്ടുണ്ടോ, ഇതെടുത്തിട്ടുണ്ടോ, ഇല്ലേ? ഒരു ഓഫീസിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കും. ഹല്ലേലൂയ. എന്നതുപോലെ തന്നെ അതിനപ്പുറമായി എന്റെ കൂടെ ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. മോശ പറയുകയാണ്, നീ എന്റെ കൂടെ ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. എന്നെ വ്യത്യസ്തനാക്കുന്നത് നീ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരൊറ്റ കാര്യമാണ്. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഈ കാര്യത്തിൽ നാം അഹങ്കാരമുള്ളവരായിരിക്കണം. എന്റെ കൂടെ എന്റെ കർത്താവും. ഹല്ലേലൂയ. അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോകുന്നു, ഒരിക്കലും അവൻ താഴെയായി പോവുകയില്ല. ഹല്ലേലൂയ. അങ്ങനെ ഞാൻ ചിന്തിക്കണമെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കണം. ദൈവസന്നിധിയിൽ ഞാൻ ഇരിക്കണം, ദൈവ സാന്നിധ്യം എന്നെ ശുദ്ധീകരിക്കണം, ദൈവ സാന്നിധ്യം എന്നെ ശക്തീകരിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ എന്റെ സാക്ഷ്യം എപ്പോഴും ഇതായിരിക്കും, ലോകാവസാനത്തോളം എന്റെ കർത്താവിന്റെ കൂടെ. ഹല്ലേലൂയ. യേശു കർത്താവ് പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും ശിഷ്യന്മാരെ എല്ലാം ബലപ്പെടുത്തി ഈ ഒരു കാര്യമാണ്. യഹൂദന്മാരുടെ മുന്നിൽ നിന്ന് പ്രസംഗിപ്പാൻ, ആയിരക്കണക്കിന് ആളുകളുടെ മുന്നിൽ നിന്ന് പ്രസംഗിപ്പാൻ പത്രോസിനെ ബലപ്പെടുത്തി ഈ കാരണമാണ്. ഒറ്റ കാര്യമുള്ളൂ, യേശു എന്റെ കൂടെയുണ്ട്. സുന്ദരമായ ദേവാലയ ഗോപുരത്തിൽ നിന്ന് വിഷയാഴ്ചയോട് പത്രോസ് യോഹന്നാൻ എന്താ പറഞ്ഞത്? ഞങ്ങൾക്ക് വചനം അറിയാമെന്നല്ല, ഞങ്ങൾ നിങ്ങളോട് സംസാരിക്കാന്നല്ല പറഞ്ഞത്. ഒറ്റ കാര്യം, പൊന്നു വെള്ളിയും ഞങ്ങൾക്കില്ല, ഒറ്റ കാര്യം ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ട് പോയി, അവൻ ഞങ്ങളോട് കൂടെ ഉണ്ട്. ആ യേശുവിന്റെ നാമമേ ഞങ്ങൾക്കുള്ളൂ. യേശുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കാം. ഹല്ലേലൂയ. ഭ്രാന്തമായ യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കാൻ, ഈ ദൈവസ്ഥാനത്തിൽ വിശ്വസിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ പല അത്ഭുതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണാം. ഹല്ലേലൂയ. ആമേൻ. ആ
സാന്നിധ്യത്തിന് വേണ്ടി എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവോ, ഹല്ലേലൂയ ഹല്ലേലൂയ, വ്യക്തിപരമായി എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നുവോ, വീണ്ടും ഞാൻ നിങ്ങളോട് പറയാം, വ്യക്തിപരമായി എത്രത്തോളം ആഗ്രഹിക്കുന്നുവോ, വ്യക്തിപരമായ എൻകൗണ്ടർ നമുക്ക് ദൈവത്തോട് ഇല്ലെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മുടെ വിശ്വാസം തളർത്തും. വ്യക്തിപരമായ ഒരു വിശ്വാസം. അന്ധനായ വ്യക്തി, ജന്മനാ കുരുടനായ വ്യക്തിയെ കർത്താവ് സൗഖ്യമാക്കി. ശബത്ത് ദിവസത്തിലായി. അതിന്റെ പേര് വലിയ വിവാദമുണ്ടായി. ഇന്നത്തെ കാലത്ത് പറഞ്ഞാൽ അത് വൈറലായി, വലിയ വിവാദമായി. അവരോട് പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കിയത് ആരാ? അവസാനം തേടി പിടിച്ച് മനസ്സിലാക്കി യേശു എന്ന മനുഷ്യനാണ്. സൗഖ്യമായവനോട് യഹൂദ പരീക്ഷന്മാർ പറഞ്ഞു, നിന്നെ സൗഖ്യമാക്കുവാൻ എന്താണ്? ഒരു പാപിയായ മനുഷ്യനാണ്. അപ്പൊ ആ മനുഷ്യൻ പറയുന്ന മറുപടി, അവൻ പാപിയാണോ നീതിമാനാണോ എന്ന് എനിക്ക് ഒന്നെനിക്കറിയാം, ഞാൻ അന്ധനായിരുന്നു, ഇപ്പോൾ ഞാൻ. അവന്റെ അനുഭവമാണ് അവനെ പിടിച്ചു നിർത്തിയത്. അവന്റെ അനുഭവമാണ് അവന്റെ വിശ്വാസത്തിന്റെ നിറവുകളായത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദിനങ്ങളിൽ ദൈവ സാന്നിധ്യത്തിൽ ഇരുന്നുകൊണ്ട് ചില അനുഭവങ്ങളെ നമുക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ. വ്യക്തിപരമായ ചില അനുഭവങ്ങളെ നമുക്ക് പ്രാപിക്കാം. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസം തളർന്നു പോകാതെ, നമ്മുടെ തലമുറ നമ്മെ കണ്ട് വിശ്വാസം പഠിക്കണമെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകണം. ഹല്ലേലൂയ. അനുഭവങ്ങളില്ലാതെ നാം എത്രത്തോളം പൊട്ട കിണറ് പോലെ നമുക്ക് പറയാൻ വേണ്ടിയുള്ളൂ. ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കറിയാം, ഇന്നത്തെ തലമുറ പലപ്പോഴും യുവതലമുറ വിശ്വാസത്തിൽ നിൽക്കാത്തതിന്റെ കാരണം അവർക്ക് അനുഭവങ്ങളില്ല, കേൾവികൾ മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. അനുഭവം ഉണ്ടാവണമെങ്കിൽ സാന്നിധ്യം ഇറങ്ങണം. ആ സാന്നിധ്യത്തിൽ നടക്കണം, ആ സാന്നിധ്യത്തിൽ ജീവിക്കണം. എങ്കിൽ മാത്രമേ കർത്താവിന്റെ വചനം പറഞ്ഞു. കർത്താവ് തന്റെ ആദ്യത്തെ അത്ഭുതം കർത്താവ് വെളിപ്പെടുത്തിയപ്പോ അവിടെ പറയുക, കർത്താവ് അവിടെ വന്നു. അവൻ എന്ത് ചെയ്തു? കാനയിൽ വെള്ളത്തെ വീഞ്ഞാക്കി തന്റെ മഹത്വത്തെ എന്ത് ചെയ്തു? വെളിപ്പെടുത്തി. ആ കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ, എന്റെ ജീവിതത്തിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടണമെങ്കിൽ അവന്റെ സാന്നിധ്യത്തിൽ ഇറങ്ങാനുള്ള സ്പേസ് ഞാൻ കൊടുക്കണം. ഹല്ലേലൂയ. ആ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള സ്ഥലപരിമിതി ഞാൻ കൊടുക്കുമ്പോഴാണ് ദൈവത്തിന്റെ പദ്ധതി എന്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത്. ആമേൻ. ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി, ദൈവ സാന്നിധ്യത്തിന് വേണ്ടി, ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി ഈ ദിനങ്ങളിൽ നമുക്ക് സമയം വേർതിരിക്കാം. ഹല്ലേലൂയ. വ്യക്തിപരമായി ഹല്ലേലൂയ ദൈവനാമത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ശുശ്രൂഷകൻ എന്നുള്ള നിലയിൽ കൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദൈവം ശുശ്രൂഷകന്റെ കൂടെ നിൽപ്പാൻ. ഹല്ലേലൂയ. സഭയായി കൂടെ നിന്ന് പണിയപ്പെടുവാൻ ദൈവദാസന്മാർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ദൈവ സാന്നിധ്യത്തിൽ നിറഞ്ഞ ഒരു വിശ്വാസി. ഹല്ലേലൂയ. കൂടെ ആരാധിക്കുന്ന, ദൈവ സാന്നിധ്യത്തെ അനുഭവിച്ച് ആരാധിക്കുന്ന അവസ്ഥ, ദൈവ സാന്നിധ്യത്തിൽ ശുദ്ധീകരിക്കപ്പെട്ട്, ദൈവ സാന്നിധ്യത്താൽ ശക്തീകരിക്കപ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു സഭയെ തടയാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ തലമുറയെ തൊടുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരുടെ നന്മയെ തടയുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഹല്ലേലൂയ. കാരണം അവർ ശക്തിപ്പെട്ട് നിൽക്കുന്ന ദൈവ സാന്നിധ്യം. ചെങ്കടലിനെ വിഭാഗിച്ച ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. യോർദാൻ നദിയെ വിഭാഗിച്ച ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. യെരിഹോ മതിലിനെ തകർത്ത ദൈവ സാന്നിധ്യം, കല്ലറയെ തകർത്ത ദൈവ സാന്നിധ്യം. ഹല്ലേലൂയ. അതേ സാന്നിധ്യം നമ്മോടുകൂടെ പോരാൻ തയ്യാറാണ്. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും നിറഞ്ഞ പ്രാണവായു പോലെ. ഹല്ലേലൂയ. നമുക്ക് ചുറ്റും ഈ പ്രാണവായു 100% എപ്പോഴും ഉണ്ട്. അതിലെപ്പോഴൊക്കെ നമ്മൾ അകത്തേക്ക് എടുക്കുന്നു, അതെല്ലാം നമുക്ക് ജീവനായി മാറുന്നത് പോലെ നമുക്ക് ചുറ്റും ദൈവ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എത്രത്തോളം അതിനെ ശ്വസിക്കാൻ നമ്മൾ തയ്യാറാണ്, എത്രത്തോളം അതിനെ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ഹല്ലേലൂയ. ആ മനോഭാവത്തിന് അനുഭവിച്ച് ദൈവം നമ്മെ ശക്തീകരിക്കാനിടയായി തീരും. ദൈവം നമ്മെ ശുദ്ധീകരിക്കാനിടയായി തീരും. ഹല്ലേലൂയ. തന്റെ വഴികൾ നമ്മെ നടത്തുവാനിടയായി തീരും. ഈ വചനങ്ങൾ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണമേ. സഭയോർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങൾ ശുശ്രൂഷകൾ അധികം അനുഗ്രഹിക്കേണ്ടതിന് പ്രത്യേകം പ്രാർത്ഥിക്കണമേ. സമയം നൽകിയ കർത്താവിന് സഭയ്ക്ക് നന്ദി പറയുന്നു. ദൈവനാമം മഹത്വപ്പെടുവാൻ.